വന്നിട്ടുണ്ടെന്ന്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ നാട്ടിലോട്ടെന്നേ വരത്തുള്ളൂ. ഞാൻ തിരിച്ചു പോവുകയാണ് ബഹ്റൈനിലേക്കും. അപ്പം ഇന്ന് രാത്രി ഒരു 12 മണിക്ക് ആകുമ്പോൾ ഇറങ്ങും കേട്ടോ. വെളുപ്പിന് 3:30ക്കാണ് ഫ്ലൈറ്റ്. അപ്പം നാളെ ശനിയാഴ്ച ഞാൻ നാട്ടിലെത്തും കേട്ടോ. അപ്പം കുറേ പാക്കിങ് ഇത്തവണ അങ്ങനെ വലിയ ആഡംബരമൊന്നും ഇല്ലാത്തൊരു പാക്കിങ്ങാണ് കേട്ടോ. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കൊണ്ടുപോകുന്നത്. ഉമ്മാൻ്റെ ഒന്നും സ്പെഷ്യലൊന്നുമില്ല. കാരണം ഉമ്മാൻ്റെ ഉപ്പാണെങ്കിലുണ്ടല്ലോ മെനഞ്ഞാന്ന് ഇന്ന് 3-ാം പത്തിയാണേ. അപ്പോൾ ഉമ്മാൻ്റെ ഉപ്പ മെനഞ്ഞാന്ന് മരിച്ചുപോയി. അപ്പം അതുകൊണ്ടായിരുന്നു പിന്നെ ഞാനങ്ങനെ വീഡിയോസ് ഒന്നും ഇട്ടില്ല. കുറേ പേര് ചോദിച്ചു നാട്ടിൽ പോയി വിവരവും അനക്കം ഒന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 3-ാം പത്തിയാണ്. ഇന്നിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇതുവരെ ഇന്നിപ്പോൾ രാത്രി ഇറങ്ങേണ്ടി ഇതുവരെ ഒന്നും പാക്ക് ചെയ്തില്ല കേട്ടോ. അതുപോലെ തന്നെ ഇരിക്കുന്നു. അപ്പോഴാണെങ്കിൽ ഞാനും ഫാത്തിമയും കൂടി ആണെങ്കിൽ കൊണ്ടുപോകേണ്ടിയില്ല. ഇങ്ങനെ കുറച്ച് ബീഫ് എടുത്ത് റോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, കൊണ്ടുപോകാൻ വേണ്ടി ഫ്രൈ പോലെ. അപ്പം കുറച്ച് മാങ്ങയും കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഫാത്തിമാൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ഞാൻ കാണിക്കാം എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന്. അപ്പോൾ അവിടുന്ന് പിന്നെ അപ്പുറത്തെ ചേച്ചി കുറച്ച് സാധനം തന്നു. പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യലൊന്നുമില്ല. ഇനിയിപ്പോൾ കടയിൽ നിന്ന് പത്തിരി എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുപോകണം. തിരക്കും കാര്യങ്ങളും വിഷമവും ഒക്കെയാണ്. അതുകൊണ്ടായിരുന്നു ഒന്നും അപ്ഡേറ്റ് ചെയ്യാഞ്ഞത് കേട്ടോ. വല്ലാത്തൊരു വിഷമമായി പോയി. ഞാൻ വരുമ്പോഴൊക്കെ ഓടി വരുന്നതാണ് കാണാനും, അതുപോലെ തിരിച്ചിങ്ങോട്ട് വരുമ്പോഴൊക്കെ യാത്ര ചോദിക്കാനൊക്കെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊരു 20 ദിവസത്തേക്ക് കണ്ടിട്ട് പെട്ടെന്നൊരു മടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു വല്ലാത്ത വിഷമമാണ്. ഇനിയിപ്പം അടുത്ത തവണ വരുമ്പോൾ അവരൊന്നും ഇല്ലല്ലോ. പ്രായമായവരൊക്കെ വീട്ടിൻ്റെ ഒരു പ്രകാശമല്ലേ, അപ്പോൾ കഴിയുമ്പോൾ ഒരു സങ്കടം. അപ്പം ശരിയെന്നെ 2-3 തവണ ചോദിച്ച് പാക്ക് ചെയ്തില്ല. ഞാൻ ഇതുവരെ എടുത്തില്ല. സാധാരണ ഇവിടുന്ന് വരുമ്പോഴും ഒക്കെ അല്ലേ എടുത്ത് വെക്കുന്നത്. ഉറക്കമൊന്നും ശരിയായില്ല. മെൻ്റലി കുറച്ച് ഡൗൺ ആണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം സാധനങ്ങളൊക്കെ. ഇതൊക്കെയാണ് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ. ഇതെല്ലാം കുറച്ച് പാക്ക് ചെയ്ത് വെച്ചു. ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ കിടക്കുവാണ്. ഇത് പിന്നെ കുറച്ച് മാങ്ങ മാത്രം കട്ട് ചെയ്ത് മാങ്ങ പറിച്ച് വെച്ചു കേട്ടോ. ഇതെല്ലാം ഫാത്തിമയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് അപ്പുറത്തെ ചേച്ചി കൊണ്ടുവന്ന രാവിലെ ചമ്മന്തിപ്പൊടിയും കാര്യങ്ങളൊക്കെ. ഇത് ബീഫ് റെഡിയാക്കി വെച്ച് കേട്ടോ, തണുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ച്. അപ്പോൾ ഇത്രയെല്ലാം എടുത്ത് വെച്ച് ഇനിയിപ്പം കുറച്ച് ഫിഷ് വാങ്ങിച്ചായിരുന്നു കേട്ടോ. മീൻ കട്ട് ചെയ്ത് ഫ്രീസറിൽ കയറ്റിയിട്ടുണ്ട്. അതെല്ലാം ഐസായിട്ട് പാക്ക് ചെയ്യുമ്പോൾ ഒക്കെ. അപ്പോൾ ഇതെല്ലാം ബാക്കി പാക്ക് ചെയ്യാൻ പോവുക. അപ്പം പാക്കിംഗ് ഒക്കെ ഇനിയും കിടക്കുവാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ആണെങ്കിലും ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് ചോറ് കൊടുത്ത് വിട്ടു. അപ്പം ഞാനും ഷെഫിയുണ്ട്. ഇപ്പം 3-ാം പത്തേക്ക് ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ ബാക്കി പെട്ടിയും കൂടെ പാക്ക് ചെയ്തിട്ട് ഹസറിന് മുന്നേ ഒന്ന് പോകാമെന്ന് കരുതി കേട്ടോ. അപ്പം എൻ്റെ ചോറ് ഉമ്മ അവിടെ നിന്ന് കൊടുത്തു വിട്ട് ഞാൻ കാണിച്ചു തരാം ചോറ് എന്തൊക്കെയാണ്. അപ്പോൾ ഇന്നും കൂടെ ഉള്ളു ഉമ്മാൻ്റെ ചോറും കറിയൊക്കെ കഴിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ തൊട്ട് ഞാൻ സ്വന്തമായിട്ട് ആ ചോറും കറിയും എല്ലാം കഴിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുന്നൊരു സംഭവം കേട്ടോ. ചോറ്, രസം, അവിയൽ, മീൻകറി. ഞാൻ ഷെഫി വാ ചോറ് കഴിക്കാം. ഇരുന്നിട്ട് വാ. ഈ ചോറുകളെല്ലാം കഴിക്കുവാണ് കേട്ടോ. ഷെഫി നാളെ തൊട്ട് ഇനി അവിടുത്തെ ഫുഡാല്ലേ. അപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കട്ടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും ഷെഫിയും കൂടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുവാണ് കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് പാക്ക് ചെയ്യുവാണ്. അപ്പം അതിൽ ഡ്രസ്സിൻ്റെ ആണെങ്കിൽ 1-2 സൂട്ട് കേസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിരുന്നു. ബാക്കിയെല്ലാം ചീനിയും ചേമ്പും മാങ്ങയൊക്കെ ആയതുകൊണ്ട് അത് പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് വെച്ചിരുന്നു കേട്ടോ. പിന്നെ വല്യപ്പ മരിച്ചതുകൊണ്ട് പിന്നെ ഉമ്മ പിന്നെ അവിടെയാണ്. ഉമ്മ പിന്നെ ഇങ്ങോട്ട് അങ്ങനെ വരാറില്ല. അപ്പോൾ ഇന്ന് 3-ാം പാത്തി ആയതുകൊണ്ട് 3-ാം പാത്തി കഴിഞ്ഞിട്ട് ഉമ്മ ഇനി ഇങ്ങോട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇത് നേരത്തെ ഒതുക്കി വെച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പം ഇന്ന് വരുന്നതിൻ്റെ ഒരു വിഷമവും 20 ദിവസമല്ലേ ഉള്ളായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഇതെല്ലാം വല്യപ്പ മരിച്ചതും. പിന്നെ എന്തായാലും എനിക്കൊന്ന് കാണാൻ പറ്റി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ വരുന്നത് ജൂണിലാണല്ലോ. അപ്പം ജൂണിൽ വരുമ്പോൾ പിന്നെ എനിക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പം പടച്ചോൻ്റെ ഇതാണ്, എനിക്ക് കാണാനും പറ്റി.
ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പം കുറേ പേര് ചോദിച്ചു വല്യുപ്പായെ കാണിച്ചില്ലല്ലോ എന്ന്. സത്യം പറഞ്ഞാണ്ടല്ലോ ഞാൻ വല്യുപ്പായെ കണ്ടതിൻ്റെ തലേ ദിവസം ഞാൻ അവിടെ പോയിരുന്നു കേട്ടോ. അപ്പം ഞാനൊരു വീഡിയോ എടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, വീഡിയോ എടുക്കണം. കാരണം ഇതിന് മുന്നേ എന്നോട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ എടുക്കുന്നപ്പോൾ ഞാൻ വിചാരിച്ചല്ലേ വേണ്ട, ഇനിയിപ്പോൾ യാത്ര പറയുന്ന നേരമാകുമ്പോൾ വീഡിയോ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. 1-2 പേര് ചോദിച്ചു വല്യുപ്പായെന്ന് കാണിക്കുമെന്ന്. എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട്. അബ്ദുള്ളയുടെ ചെറിയ പ്രായത്തിലുള്ള 2 ഫോട്ടോ ഉണ്ട് കേട്ടോ. ഉമ്മച്ചാമ്മയും വല്യാപ്പ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫോട്ടോ ഇൻഷാ അല്ലാ ഞാൻ എന്തായാലും അതൊരു ഫ്രെയിമാക്കി വെക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പം ഞാനതിൽ ഫ്രെയിമാക്കുമ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാം ആ ഫോട്ടോ. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്തിട്ട് പിന്നെ 3-ാം ഭാഗത്തേക്ക് പോയി കേട്ടോ. ഞാൻ കുറച്ചൊക്കെ കട്ട് ചെയ്താണ് എടുത്തത്, മൈൻഡ് ഓക്കെ ഇല്ലാത്തതുകൊണ്ട്. എന്നിട്ട് അവിടുന്ന് പിന്നെ കുഞ്ഞുമ്മായും മക്കളും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ, കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഉള്ളതാണ് പോകുന്നതിന് ഒരു യാത്ര പറച്ചിൽ എപ്പോഴും ഉണ്ടല്ലോ, എല്ലാവരും ഒന്ന് വരും കാണാനും ഒക്കെ. അപ്പം ഇത് ഏറ്റവും ഉള്ള കുഞ്ഞുമ്മയുടെ മോനാണ് കേട്ടോ. അവനെ കണ്ടിട്ട് ഞാൻ ഒത്തിരി നാളായി. അപ്പം അവന് മുടിയൊക്കെ വളർത്തി. അപ്പം ഞാൻ അവനോട് പറയാം, എൻ്റെ മുടിയൊക്കെ ഒരുപാടുണ്ടല്ലോ എന്ന് പറയും കേട്ടോ. അവനും ഇതുപോലെ വല്യപ്പായെ കാണാൻ വേണ്ടി വന്നതാണ്, മരിച്ചറിഞ്ഞ് വന്നതാണ് കേട്ടോ. അപ്പോൾ അവനും തിരിച്ചു പോയി. അപ്പം കസിൻസിനെയൊക്കെ എല്ലാം കണ്ടപ്പം ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഇതിൻ്റെ ഞാനിങ്ങനെ പെട്ടി കെട്ടുന്ന ആ ഒരു പാക്കിംഗ് ഉള്ള ഒരു വീഡിയോ ഉള്ളൂ ഇതിൽ കേട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാനിവിടെ ചെന്നിട്ടുള്ള വീഡിയോ എടുക്കാം. കാരണം ലെങ്ത് കൂടുതലായാലും ആരും കാണില്ലല്ലോ, അതുകൊണ്ടാണ് കുഞ്ഞു വീഡിയോ ആയിട്ട് എടുക്കുന്നത്.